എന്നിട്ട് നേരെ ഇങ്ങ് പോര്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് തനി നാടൻ ചെമ്മീൻ കറി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഓ ചെമ്മീൻ കറി വെക്കാൻ എന്താ ഇത്ര പാടാണ്? അങ്ങനൊന്നും അല്ല കേട്ടോ. ഇക്കാലത്ത് ആർക്കും ചെമ്മീൻ കറി വെക്കാനൊന്നും അറിയാത്തവരായിട്ടില്ല. വ്യത്യസ്ത രുചിയിൽ, വ്യത്യസ്ത രീതിയിൽ ചെമ്മീൻ കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാം. എങ്കിലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുവരെ വെച്ച് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ റെസിപ്പി വേറെ എന്തെങ്കിലും ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്ബാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ചെമ്മീൻ അങ്ങ് വൃത്തിയാക്കി എടുക്കുവാണേ. ഈ ചെമ്മീൻ ഇവിടെ കഴന്തൻ ചെമ്മീൻ എന്ന് പറയും. ചെമ്മീൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഈ ചെമ്മീനാണെന്ന് ഏട്ടൻ പറയുന്നത് കേട്ടോ. കഴിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഈ ചെമ്മീൻ. അടിപൊളി ടേസ്റ്റ്. നമ്മൾ സാധാരണ പൂവാലൻ ചെമ്മീനെ പോലൊന്നും അല്ല കേട്ടോ. കുറച്ച് പിത്തം, കുറച്ച് അഴുക്കൊക്കെ കൂടുതലാണെങ്കിലും എല്ലാം വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ പൊളിയാണ്. കുറച്ച് ദശയ്ക്ക് കട്ടിയൊക്കെ ഉള്ള ടൈപ്പാണ്. ഇതുവരെയും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ വേഗം തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരുമാനം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെമ്മീൻ പൊളിച്ചിട്ടാണ് കേട്ടോ. വലിയ വലിയ ഷെഡിലൊക്കെ ഇതുപോലെ വരുമാനത്തിന് വേണ്ടിയിട്ട് കുറേ ചെമ്മീൻ ഇങ്ങനെ ഇറക്കി കൊടുക്കും. പൊളിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഏട്ടൻ ഈ ഒരു ഫീൽഡിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചെമ്മീനെ പറ്റിയൊക്കെ ഏട്ടന് നല്ല ധാരണ. എനിക്ക് എത്ര വലുതായിട്ടൊന്നും അറിയത്തില്ലേ. അപ്പോൾ വൃത്തിയാക്കി എടുത്ത ചെമ്മീനിലേക്ക് കുരുമുളകും പെരിഞ്ചീരകം കൂടെ പൊടിച്ചിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി കേട്ടോ, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് പുരട്ടി കുഴച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. അവനോട് ഒരു അരമണിക്കൂർ, 2 മണിക്കൂർ എന്നാണല്ലോ വന്നത്, ഒരമണിക്കൂർ അവിടെ ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനാവശ്യമായ ഉള്ളിയെല്ലാം പൊളിക്കണം. നമ്മളിന്ന് വിറകടുപ്പിലാട്ടോ പാചകം. അപ്പോൾ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചൊക്കെ എടുക്കണം. കാറ്റുള്ളത് കൊണ്ടേ തീ പിടിക്കാൻ കുറച്ച് പാടാണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂട്ടും കൊതുമ്പും എടുത്തുകൊണ്ട് വന്ന് വേഗം തന്നെ തീ അങ്ങോട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെമ്മീൻ മുഴുവൻ ഒന്ന് വറുത്ത് കോരി എടുക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? ഇത് വറക്കാതെ നമുക്ക് റോസ്റ്റ് ചെയ്യാനും പറ്റും. അന്നേരം എനിക്ക് തോന്നുന്നു കുറച്ചൊരു മധുരം, ഇച്ചിരി ദശ കൂടിയതല്ലേ, ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും റോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ചെമ്മീൻ പിന്നെ കറിക്കകത്ത് കിടന്നുകൊണ്ട് അലുത്ത് പോകത്തില്ല. നല്ല ഹാർഡായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതവിടെ കിടന്ന് മൂക്കട്ടെ. ഞാൻ 2 സബോള മടിച്ച് ആയതുകൊണ്ട് കൊച്ചുള്ളി എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കൊച്ചുള്ളി ഇട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആക്കണമെങ്കിൽ കൊച്ചുള്ളി ഇടാം കേട്ടോ. ഞാൻ 2 സബോളയാണ് എടുത്തത്. അതങ്ങോട്ട് അരിഞ്ഞൊരു കുഞ്ഞു ചെരുവത്തിലിട്ട് വെച്ചിട്ട് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നല്ലോണം അങ്ങ് ചതച്ച് പേസ്റ്റാക്കി എടുക്കുക. ഓൾറെഡി പേസ്റ്റ് കയ്യിലുള്ളവരാണെങ്കിൽ ആ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ എന്തായാലും ഇടിച്ച് ചതച്ച് വാരി എല്ലാം കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തീ കെട്ടുപോയിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ട് ആ തീയും അങ്ങ് കത്തിക്കുക കേട്ടോ. കാറ്റ് കാരണം അതെനിക്ക് ഇരട്ടിപ്പണി തന്നുകൊണ്ടേയിരിക്കും. തീ കത്താൻ ഭയങ്കര പാടുന്നു, ഭയങ്കര കാറ്റാണ് പാടത്തുനിന്ന്. അങ്ങനെ മൂത്ത് വന്ന ചെമ്മീൻ ചട്ടി ഇറക്കി വെച്ചിട്ട് ഒരു മൺചട്ടി നേരെ അങ്ങ് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടേ. ഇതും നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകും വേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് അടിപൊളിയാട്ടോ. ചെമ്മീൻ ഇല്ലെങ്കിലും ആ തേങ്ങാക്കൊത്തും ഗ്രേവിയും കൂടെ ചോറ് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണേ. അപ്പം ഇതങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാം കൂടെ അരിഞ്ഞ് ഒരു ചരുവത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ എല്ലാം കൂടി ഇട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നല്ലോണം അങ്ങ് വഴണ്ട് വരട്ടെ. കൂടിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണേ. അപ്പം ഇതവിടെ അടച്ച് വെച്ച് നല്ലോണം വാടി വരട്ടെ. ആ സമയത്ത് ഇനി നമുക്കൊന്നുമില്ലടാ, ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ആ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. മുളക് പൊടിയും മല്ലിപ്പൊടിയും. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. നമ്മൾ മസാല പുരട്ടി അതിൻ്റെ അകത്ത് ചെമ്മീനകത്ത് മുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും നല്ല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് ഈ ചെമ്മീനും കൂടെ തട്ടിയെടുത്ത് അടിപൊളി ടേസ്റ്റ് നമുക്ക് ചെമ്മീൻ കറി കിട്ടും. അപ്പം ഈ മുളകിൻ്റെ പച്ച മണം കളയുക എന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചെമ്മീൻ കറി സെറ്റ് ആവത്തില്ലേ. അപ്പോൾ നല്ലോണം കൈ എടുക്കാതെ ഇളക്കി 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 പച്ച മണം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ വറുത്തത് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുക. അതിൻ്റെ അരപ്പുമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. എന്നിട്ട് നല്ലോണം കൈ എടുക്കാതെ ഇതേ കൂട്ടി ഇളക്കി 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 എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇവൻ്റെ എണ്ണ അങ്ങ് തെളിയിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പച്ച മണം പോയതായിട്ട് തോന്നത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയേ. അപ്പോൾ ഉപ്പ് പോരായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്
ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി, പിന്നെ പോരാത്ത വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടുവേ. എന്നിട്ട് അവനെ അങ്ങ് അടച്ച് വെച്ച് കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേ കൂട്ട് നമുക്ക് ചെമ്മീൻ സെറ്റായിട്ട് കിട്ടുവേ. ഇങ്ങനെ കഴിക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഞാൻ പക്ഷേ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുവേ. എനിക്ക് തോന്നുന്നു ചോറിനെക്കാട്ടും നല്ലത് ഇത് നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാനാണ്. നല്ല വെള്ളയപ്പം ആണെങ്കിൽ പറയണ്ട, അടിപൊളിയായിരിക്കും. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ച് കറക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചെമ്മീൻ കറി റെഡിയാണേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ മറക്കല്ല്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റാട്ടോ. കുറച്ച് എരിവ് കൂടുതൽ വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എരിവ് ഇത്രയും മതി. അപ്പം ഇഷ്ടപ്പെട്ടോ? ചാനൽ സബ്ബാക്കാൻ മറക്കരുതേ. കമൻറ്റും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.